ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല രുചിയുള്ള ഒരു അടിപൊളി സ്വീറ്റാണ് കേട്ടോ. ഇതിനായിട്ടൊരു പാത്രത്തിൽ 2 കപ്പ് ചിരകിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ തേങ്ങയൊക്കെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് കറക്കിയെടുക്കാം. ഇതാ കണ്ടോ, ഇതുപോലെ കുഞ്ഞി കുഞ്ഞി തരിയായിട്ട് കിട്ടാനായിട്ടാണ് നമ്മളിത് മിക്സിയിലൊന്ന് കറക്കിയിട്ടെടുക്കണത്. ഇനി നമുക്ക് ഈ തേങ്ങയൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. നെയ്യുടെ ടേസ്റ്റൊക്കെ നല്ല ഇഷ്ടമാണെങ്കിൽ ഈ സമയം കുറച്ച് നെയ്യും കൂടെ ചേർക്കാവേ. നെയ്യും കൂടെ ചേർത്തിട്ട് നമ്മുടെ ഈ ഒരു സ്വീറ്റ് തയ്യാറാക്കുവാണെങ്കിൽ കഴിക്കാനായിട്ട് ഒന്നുകൂടെ നല്ലതായിരിക്കും. ഈ സമയം മീഡിയം ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. 4-5 മിനിറ്റൊക്കെ ആകണ സമയത്ത് നമ്മുടെ തേങ്ങയുടെ ഷെയ്ഡൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ടാവും. ഇതുപോലെ ഈ ഒരു പാകമായ മതിയേ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, എന്നിട്ടിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനിതാ നമ്മൾ അടുത്തതായിട്ട് തയ്യാറാക്കുന്നത് ശർക്കരപ്പാനിയാണ്. അതിനായിട്ടൊരു കടായിലേക്ക് 1.5 കപ്പ് പൊടിച്ച ശർക്കരയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും കേട്ടോ, ഒരുപാട് സമയമൊന്നും എടുക്കില്ല. നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് അരിച്ച ശേഷം ഇതേ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാവേ. നമ്മുടെ ഈ ഒരു ശർക്കരയിൽ കല്ലും മണ്ണുമൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിത് അരിച്ചിട്ട് എടുക്കുന്നത്. അതുപോലെ ഈ സമയം ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ടും മറന്നു പോവല്ലേ. നമുക്ക് ഈ ശർക്കരപ്പാനിയൊക്കെ ഒറ്റനൂൽ പരുവം 1 സ്ട്രിങ് കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ കിട്ടേണ്ടത്. ഈ ഒരു പാകാകണ സമയത്ത് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ തേങ്ങയില്ലേ, അതാണ് ചേർക്കണത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മളിവിടെ തയ്യാറാക്കുന്നത് തേങ്ങ ബർഫിയാണ്. ഇത് കഴിക്കാനായിട്ട് നല്ല രസമാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും തന്നെ ഒരുപാട് ഇഷ്ടമാകും. നമ്മുടെ ഈ ചാനലിൽ കുറേ വെറൈറ്റി ആയിട്ടുള്ള നല്ല റെസിപ്പീസൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് കാണണതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുക്കണേ. നമ്മളിത് ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇതിൻ്റെ അടിഭാഗമൊക്കെ ചെറുതായിട്ട് കരിഞ്ഞു പോകും. ഞാനിതിപ്പോൾ ഇളക്കി കൊടുക്കാനായിട്ട് തുടങ്ങിയിട്ട് 12 മിനിറ്റായി. ഇനി ഇതിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടി നോക്കാം. നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ ഇതുപോലെ ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റണ പാകാകണ സമയത്ത് ഇതിലേക്ക് 2 നുള്ളുപ്പും നമ്മുടെ ഈ ഒരു ബർഫിക്ക് നല്ലൊരു ഫ്ലേവർ കൂടെ കിട്ടാനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കാം. ഏലക്കാപ്പൊടി ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് സെറ്റാക്കിയിട്ട് എടുക്കണത് ആ പാത്രത്തിൽ കുറച്ച് ഓയിലോ നെയ്യോ ഒന്ന് തൂത്ത് കൊടുക്കണേ. ഞാൻ പെട്ടെന്നൊന്ന് വെട്ടി കിട്ടാനായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ബട്ടർ പേപ്പർ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കണമെന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ, കയ്യിലുണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതിയേ, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിത് ചൂടോടെ തന്നെ നമ്മുടെ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. നല്ല ചൂടോടെ തന്നെ വേണേ ഇത് ഷേപ്പാക്കി കൊടുക്കാനായിട്ട്. ചെറുതായിട്ട് ചൂട് പോയാൽ പോലും ഇത് സെറ്റായി പോകും. പിന്നെ നമുക്ക് ഷേപ്പാക്കി എടുക്കാനായിട്ടൊക്കെ നല്ല പാടായിരിക്കുമേ. ഇതിന് നമുക്ക് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ തേങ്ങ ബർഫിയുടെ ചൂടൊക്കെ പോയിട്ട് നന്നായി തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാത്രത്തിൽ നിന്നൊന്ന് വെടിയിച്ച് കൂടെ കൊടുക്കാം. കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുത്താൽ മതി കേട്ടോ, അപ്പോഴേക്കും തന്നെ ഇത് വിട്ടുപോരും. ഇത്രേ ഉള്ളൂ നമ്മുടെ തേങ്ങ ബർഫി. ഇത് കഴിക്കാനായിട്ടും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി നമുക്കിത് എത്ര വലുപ്പം വേണോ അതിനനുസരിച്ചിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കൂടെ എടുക്കാം. നമ്മളിതിലേക്ക് തേങ്ങയൊക്കെ റോസ്റ്റ് ചെയ്തിട്ടല്ലേ ചേർത്തേ, അതുകൊണ്ട് തന്നെ കഴിക്കാനായിട്ട് ഒരു പ്രത്യേക രുചിയാണേ. തേങ്ങയും പിന്നെ ശർക്കരയൊക്കെ നമ്മുടെയൊക്കെ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാകുന്നതല്ലേ. തയ്യാറാക്കാനും നല്ല എളുപ്പമല്ലേ. ഇതുവരെ ഇതുപോലെ തേങ്ങാ ബർഫി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ. താങ്ക്